നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസ് തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ഹമാസിൻ്റെ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു. ഗാസയിലെ ഷജയയിലാണ് ഹമാസിൻ്റെ ആക്രമണത്തിൽ 20 വയസ്സുകാരനായ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടത്. ഗാസ മുനമ്പിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും ഇപ്പോൾ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ ഏറ്റുമുട്ടലിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പരമാവധി അപകടം സംഭവിക്കാത്ത തരത്തിലാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഭൂരിഭാഗവും ഇപ്പോഴും ദുരിതത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. താമസിക്കാൻ ആവശ്യത്തിന് ടെൻറ്റുകൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പലരും ഇപ്പോൾ അവിടുത്തെ റോഡുകളിലാണ് രാത്രി കിടന്നുറങ്ങുന്നത് എന്ന ദയനീയമായ ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ ഈ സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ നേരിടാനാണ് പതിവ് പോലെ വീണ്ടും ഹമാസ് തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ജനവാസ മേഖലകളിലൊക്കെ തന്നെ അവിടുത്തെ വീടുകളിലും മറ്റും ഇവർ കയറിപ്പറ്റിയതിന് ശേഷം ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് ആക്രമണം നടത്തുന്നതാണ് പുതിയ രീതി. ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ഇസ്രായേൽ സൈന്യം സ്വാഭാവികമായും ആ വീടിന് നേരെ ശക്തമായ ആക്രമണം നടത്തുകയും അങ്ങനെ തീവ്രവാദികൾ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളും കൊല്ലപ്പെടും. ഇതിൻ്റെ പേരിൽ ഇസ്രായേലിനെ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുന്നു എന്ന പേരിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അവർക്ക് കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഹമാസ് കരുക്കൾ നീക്കുന്നത്. ഇത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സഭയുടെ സ്കൂളുകളിലൊക്കെ തന്നെ ഗാസ മേഖലയിൽ ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. കാരണം ഈ സ്കൂളുകളെ മറയാക്കിക്കൊണ്ട് വീണ്ടും പഴയ പോലെ സ്കൂളുകളും ആശുപത്രികളും എല്ലാം ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ തുടരുകയാണ്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഹമാസിന് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് നടത്തുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഹമാസ് തീവ്രവാദികളുടെ തുരങ്കങ്ങളും അവരുടെ കെട്ടിടങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഹമാസിനെ തീർത്തും കീഴടക്കാം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കരുതുന്നത്. ഇവിടെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലും അതുപോലെ വീടുകളിലും മറ്റുമാണ് തീവ്രവാദി നേതാക്കൾ പലരും ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ തകർക്കുന്നതിലൂടെയും ഈ വീടുകൾ റെയ്ഡ് ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെ ഇവരെ പലരെയും പിടികൂടാം എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ധാരണ. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ മേഖലകളിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടിയായി ഹിസ്ബുള്ള താവളങ്ങളിലൊക്കെ തന്നെ ലെബനിൽ ശക്തമായ തോതിലാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. ഇതിന് പ്രത്യാക്രമണവുമായി ഹിസ്ബുള്ള തീവ്രവാദികൾ ഏതാണ്ട് 200ഓളം റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് അയച്ചത്. നിരവധി ഡ്രോണുകളും അവർ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ജനവാസ മേഖലകളിൽ എത്തിയില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിൻ്റെ കൂടി കഴിവ് കൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ദിവസങ്ങളിൽ അതിശക്തമായ തോതിലുള്ള പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം കൂടുതൽ ശക്തമായി ഹമാസിനെ ഗാസയിൽ നേരിടാൻ തന്നെയാണ് സാധ്യത എന്നാണ് നിരീക്ഷകർ കരുതുന്നത്.